ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഇഡ്ലി ബാറ്റർ റെസിപ്പിയാണ്. പത്തിരിപ്പൊടി വെച്ചിട്ടാണ് ഈ ബാറ്റർ റെഡിയാക്കിയിട്ടുള്ളത്. ഇഡ്ലി മാവ് ഇതേപോലെ പതഞ്ഞ് പൊങ്ങി വരാൻ ഞാൻ അതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, നമ്മൾ 1 കപ്പ് ഉഴുന്നെടുക്കുക. ഈ കപ്പിൻ്റെ അളവ് തന്നെയാണ് നമുക്ക് പത്തിരിപ്പൊടിയും എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഉഴുന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 4 മണിക്കൂർ ഇത് സോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയരുത്. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഉഴുന്ന് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനി നേരെ മിക്സി ജാറിലേക്ക് ഈ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ഒറ്റ ബാച്ചിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഉഴുന്ന് കുതിർത്ത ആ വെള്ളം അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ല മഷി പോലെ വേണം അരച്ചെടുക്കാൻ. തീരെ ഗ്രെയിൻസ് ഒന്നും പാടില്ല. ഇനി അരച്ചെടുത്ത ഉഴുന്ന് ഞാനിതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പാത്രം എടുക്കുമ്പോൾ കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുക്കുക. കാരണം ഇത് മാവ് നന്നായിട്ട് പൊങ്ങി വരും. അപ്പം പാത്രം ചെറുതാണെങ്കിൽ മാവൊക്കെ പുറത്തേക്ക് പോവും. ഇനി അതേ ജാറിലേക്ക് തന്നെ ഞാൻ 1 കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ഞാൻ ഉഴുന്നെടുത്ത അതേ കപ്പ് തന്നെ ഞാൻ 2 കപ്പ് പത്തിരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടൂല. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ്. തേങ്ങാപ്പാൽ മാവ് വേഗം ഫെർമെൻറ്റ് ആവാൻ വേണ്ടി നന്നായി സഹായിക്കും. പിന്നെ ഇഡ്ലിക്കൊരു പ്രത്യേക രുചിയാണ്. വീണ്ടും സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനി അരച്ചെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തേങ്ങാപ്പാൽ ചേർത്തൊന്ന് ഇഡ്ലി മാവ് ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പൂ പോലത്തെ ഇഡ്ലിയും തയ്യാറാവും. ഇപ്പം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ അരച്ച് വെച്ച ഉഴുന്ന് മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യുകയാണിത് നല്ലത്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് വരെയെങ്കിലും ഇത് കുഴച്ചെടുക്കണം. എന്നാലേ നമ്മളെ മാവ് നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പം ഞാൻ 10 മിനിറ്റ് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മുകളിൽ ബബിൾസ് വരാൻ തുടങ്ങിയാൽ നമുക്കിത് മിക്സിങ് നിർത്താം. ഇനി ഇത് ഒരു 8 മണിക്കൂർ വരെ നമുക്കിത് മൂടി വെക്കാം. ഇപ്പം 8 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പം മാവ് നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർത്തിട്ടില്ല. അല്ലാണ്ട് തന്നെ ഇത് നന്നായിട്ട് ഫെർമെൻറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ മെത്തേഡ് തന്നെ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. മാവ് നന്നായാൽ ഇഡ്ഡലിയും നന്നാവും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉഴുന്നിൻ്റെയും പത്തിരിപ്പൊടിൻ്റെയും ഒക്കെ അളവ് ഞാനിതിൽ കാണിച്ച അതേപോലെ തന്നെ എടുക്കണം. പ്രൊപ്പോർഷൻ തെറ്റിയാൽ പിന്നെ മാവ് ഇതേപോലെ ചിലപ്പോൾ പൊങ്ങി കിട്ടൂല. ഇനി ഒരു സ്പൂൺ എടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഇഡ്ഡലി തട്ടിൽ കുറച്ച് വെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലോ വെളിച്ചെണ്ണയോ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ തട്ട് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ച് വരുമ്പം ഫ്ലെയിം ഒന്ന് ലോ ആക്കിയിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്ത തട്ടിലും ഇതേപോലെ തന്നെ കുറച്ച് വെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഹൈ ഫ്ലെയിമിൽ തന്നെ വേവിക്കണം. എന്നാലേ ഇത് പൊങ്ങി വരുള്ളൂ. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പം ഇഡ്ഡലി വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇഡ്ഡലിയൊക്കെ ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു തട്ട് പുറത്ത് എടുത്തിട്ട് കുറച്ച് നേരം തണയാൻ വെക്കാം. ഇതിൻ്റെ ചൂടൊക്കെ പോയതിൻ്റെ ശേഷം ഒരു സ്പൂണ് വെച്ചിട്ട് ഇത് അടത്തിയെടുക്കാം. ഇപ്പം നല്ല പൂ പോലത്തെ നല്ല പഞ്ഞി പോലത്തെ സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. ഉഴുന്നും അരിപ്പൊടിയും തേങ്ങാപ്പാലും ഒക്കെ വെച്ചിട്ട് തന്നെ മാവ് റെഡിയാക്കി നോക്കണം. ഒരു സ്റ്റെപ്പ് പോലും മിസ്സാവരുത്. മിസ്സായാൽ പിന്നെ മാവ് ഇതേപോലെ തന്നെ പൊങ്ങി കിട്ടൂല. ഇനി ഇഡ്ഡലി ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെ ഫീഡ്ബാക്സൊക്കെ എൻ്റെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക.